ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ഇറാനെ ഉപരോധങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുമ്പോൾ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് ചൈനയാണ്. ഇത് ഇറാന്റെ സമ്പദ്ഘടനയെ തകരാതെ പിടിച്ചു നിർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇറാനെതിരെയുള്ള നീക്കങ്ങളെ പലപ്പോഴും എതിർത്ത് പരാജയപ്പെടുത്തുന്നത് ചൈനയും റഷ്യയുമാണ്. അതുമാത്രവുമല്ല, ഇറാന്റെ അടിസ്ഥാന മേഖലകളിൽ $200 ബില്യൺ അടുത്ത 25 വർഷത്തേക്ക് വേണ്ടി ചൈന നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇനി റഷ്യയും ചൈനയും എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധത്തിൽ ഇറാനെ സഹായിക്കുന്നത്? അതിനു പുറകിലും ഒരു രാഷ്ട്രീയമുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിലൂടെ ഇറാനെ മാത്രമല്ല അമേരിക്കയും ഇസ്രയേലും തകർക്കുന്നത്, മറിച്ച് മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ ചൈനയുടെയും റഷ്യയുടെയും താൽപ്പര്യങ്ങൾ കൂടെയാണ് അമേരിക്ക തച്ചു തകർക്കുന്നത്. മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും താൽപ്പര്യങ്ങളെയും സ്വാധീനങ്ങളെയും എന്നേക്കുമായി അവസാനിപ്പിക്കുകയും അമേരിക്കയുടെ ആധിപത്യം മിഡിൽ ഈസ്റ്റിൽ ഊട്ടിയുറപ്പിക്കുകയും കൂടെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റ് മധൂരയെ കയ്യാമം വെച്ച് കൊണ്ടുപോയപ്പോഴും വെനസ്വേല എന്ന രാജ്യത്തെ മാത്രമല്ല അമേരിക്ക ലക്ഷ്യം വെച്ചത്, മറിച്ച് അതിൻ്റെ പുറകിലുള്ള ചൈനയുടെ താൽപ്പര്യവും വെനസ്വേലയിൽ ചൈന നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കൂടെയാണ് അമേരിക്ക തച്ചു തകർത്തത്. ഇതൊക്കെയാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഈ ആക്രമണങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചൈനക്കും റഷ്യക്കും വളരെ നന്നായി അറിയാവുന്നതുമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചൈനയും റഷ്യയും ഈ യുദ്ധ തിരശീലയ്ക്ക് പിന്നിൽ നിന്നാണെങ്കിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ, ഇറാൻ നേരിട്ട് യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ റഷ്യ സൈനികമായും ചൈന സാമ്പത്തികമായും പുറകിൽ നിന്ന് ഇറാന് പിൻബലം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സഹായങ്ങൾ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ അതോ സമാധാന ചർച്ചകളിൽ വഴിവെക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകശക്തികളുടെ ഈ കളിയിൽ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി എന്താകും എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നടപടിയെ മതത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുന്നവരുണ്ട്. ലോകത്ത് ഇന്നേ വരെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾക്ക് പുറകിൽ മതമോ ബൈബിളോ ഖുർആനോ തോറയോ ഒന്നുമല്ല, കേവലമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളും മാത്രമാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഏതൊരു യുദ്ധത്തിൻ്റെയും കെടുതി അനുഭവിക്കുന്നത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്ന കേവലമായ സാധാരണ പച്ച മനുഷ്യർ മാത്രമാണ്.